എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചില അടയാളങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുമെന്നാണ് പൂർവികരുടെ വിശ്വാസം. അത്തരത്തിൽ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. മഹാവിഷ്ണുവിനും ദേവപൂജകൾക്കും ഏറെ പ്രിയപ്പെട്ട ഈ പുഷ്പം ഒരു വീട്ടിൽ സമൃദ്ധിയായി വിരിയുന്നതിന് ഒരു വെറും പ്രകൃതി സൗന്ദര്യം മാത്രമല്ല, ചില ശുഭസൂചനകളുടെ അടയാളം കൂടിയാണെന്ന് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പറയപ്പെടുന്നു. ആ ശുഭസൂചനകൾ എന്തൊക്കെയാണെന്ന് പറയാം. എല്ലാവരും നമ്മുടെ വീടുകളിൽ ധാരാളം പൂച്ചെടികൾ നട്ടു വളർത്താറുണ്ട് അല്ലേ? എന്നാൽ അവയിൽ വാസ്തു വിശ്വാസങ്ങളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും ഉള്ള ഒരു പ്രത്യേക സ്ഥാനമാണ് ശംഖുപുഷ്പം ചെടിക്ക്. എല്ലാ വീടുകളിലും ഈ ചെടി നട്ടു വളർത്താൻ സാധിക്കും. പക്ഷേ ചില വീടുകളിൽ ഇത് അതിമനോഹരമായി പൂത്തുലയുന്നതും ചില വീടുകളിൽ എത്ര പരിപാലിച്ചാലും നന്നായി വളരാത്തതും നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇതിനെക്കുറിച്ച് പണ്ട് മുതൽ പല വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ദൈവികമായ പ്രാധാന്യം എന്താണെന്നും വാസ്തുപ്രകാരം അത് ഏത് ദിക്കിൽ നട്ടാലാണ് നല്ലത് എന്നും ശംഖുപുഷ്പം നന്നായി പൂവിടുന്ന വീടുകളിൽ ഉണ്ടാകുന്ന 6 ശുഭസൂചനകളും പറയാം. ശംഖുപുഷ്പം വെറും ഒരു അലങ്കാര ചെടി മാത്രമല്ല, അത് പല വീടുകളിലും പൂജയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലും ഈ പൂവ് പൂജയ്ക്കായി ഉപയോഗിക്കുന്നു. ചില പരമ്പരാഗത വിശ്വാസങ്ങളിൽ ഈ ചെടി ദൈവികമായ ഒരു സസ്യമായും കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് നട്ടു വളർത്തുന്ന സ്ഥലത്തിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം നീല ശംഖുപുഷ്പം മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും ഏറെ പ്രിയപ്പെട്ട പൂവായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ പൂവ് വീട്ടിൽ വളർത്തിയാൽ ഐശ്വര്യവും സമ്പത്തും ദൈവാനുഗ്രഹവും വരുമെന്നാണ് വിശ്വസിക്കുന്നത്. മഹാവിഷ്ണുവിനും ശിവനും ഈ പൂവ് പ്രിയപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിന് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പൂജ ചെയ്താൽ ശത്രുദോഷങ്ങളും കഷ്ടതകളും അകലുമെന്നാണ് വിശ്വാസം. കൂടാതെ ശനീശ്വരന് നീല ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ശനിദോഷ ശാന്തിക്കായി വളരെ നല്ലതാണ്. വെള്ള ശംഖുപുഷ്പത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മി, സരസ്വതി ദേവി തുടങ്ങിയ ദേവതകളുമായി ഇതിനെ ബന്ധപ്പെടുത്തി ആചാരങ്ങളും ഉണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെള്ള ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കുട്ടികളുടെ വിദ്യാ വിജയത്തിനും ബുദ്ധിശക്തി വർദ്ധിക്കാനും വീട്ടിൽ ഐശ്വര്യം നിറയാനും സഹായിക്കും എന്ന് പറയുന്നു. നീല ശംഖുപുഷ്പം വരാഹി അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗ്രഹ സാഫല്യത്തിന് നീല ശംഖുപുഷ്പം അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ഇനി വാസ്തുവിനെക്കുറിച്ച് പറയാം. വാസ്തു പാരമ്പര്യങ്ങളിൽ ശംഖുപുഷ്പം നടേണ്ട ദിശയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ പറയും വടക്കു കിഴക്കേ ദിശയിലാണ് ഏറ്റവും ഉത്തമം എന്ന്. ചിലർ വടക്കു ദിശയും കിഴക്കു ദിശയും വളരെ ശുഭകരമായി എന്ന് പറയുന്നു. തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയിൽ ഈ ചെടി നട്ടു വളർത്തുന്നത് ഒഴിവാക്കണം. വടക്കു ഭാഗത്ത് ശംഖുപുഷ്പം വളർത്തുന്നത് വീട്ടിലെ ദാരിദ്ര്യവും വാസ്തുദോഷങ്ങളും അകറ്റി പോസിറ്റീവ് ഉണർവ് ഉണ്ടാക്കുമെന്ന് പറയപ്പെടുന്നു. ഈ ചെടി കാണുന്നത് തന്നെ മനസ്സിന് നല്ല ശാന്തിയും ഉന്മേഷവും നൽകും അല്ലേ? ഇനി ശംഖുപുഷ്പം നന്നായി പൂവിടുന്ന വീട്ടിൽ കാണപ്പെടുന്ന 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ശംഖുപുഷ്പം നന്നായി പൂവിടുന്ന വീടുകളിൽ പോസിറ്റീവ് അന്തരീക്ഷം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. വീട്ടിലുള്ളവർക്ക് മനസമാധാനവും സന്തോഷവും അനുഭവപ്പെടുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും വർദ്ധിക്കുകയും ചെയ്യും. സാമ്പത്തികമായും ചെറിയ നേട്ടങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാവും ഇതിനെ കാണാറുണ്ട്. രണ്ടാമതായി, ദൈവാനുഗ്രഹം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ശംഖുപുഷ്പം മനോഹരമായി പൂവിടുന്നത് ആ വീട്ടിൽ ദൈവസ്മരണയും ഭക്തിയും വർദ്ധിക്കുന്നതിൻ്റെ ഒരു നല്ല സൂചനയാണ്.
ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറി പുതിയ അവസരങ്ങൾ തുറന്നു വരുമെന്ന വിശ്വാസവും ഇതിനോടുകൂടി പറയാറുണ്ട്. മൂന്നാമതായി, ശുഭകാര്യങ്ങളും സാമ്പത്തിക പുരോഗതിയും, വീട്ടിലെ ഒരാൾക്ക് ജോലി ലഭിക്കുക, ബിസിനസ്സിൽ നല്ല മാറ്റങ്ങൾ വരിക, കുട്ടികൾ പഠനത്തിൽ മുന്നേറുക, പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുക തുടങ്ങിയ നല്ല മാറ്റങ്ങൾ വീട്ടിൽ വന്നു ചേരുന്നതാണ്. നാലാമതായി, ആരോഗ്യകരമായി ബന്ധപ്പെട്ടതാണ്. വീട്ടിൽ ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ സന്തോഷകരമാവുകയും നല്ല പ്രതീക്ഷ വളരുകയും ചെയ്യും. ഇത് ഉറപ്പാണ്. അഞ്ചാമതായി, വീടിനെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജം ക്രമേണ അകന്നു പോകുമെന്നും വീട്ടിൽ കൂടുതൽ ശാന്തതയും പോസിറ്റീവ് ചിന്തകളും നിറയുമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പലരും പൂജയ്ക്കായി ശംഖുപുഷ്പം ഉപയോഗിക്കുന്ന പതിവ് ഇന്നും തുടരുന്നുണ്ട്. ഇനി ആറാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, പതിവിലും കൂടുതൽ ശംഖുപുഷ്പം ഒരുമിച്ച് പൂക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ശുഭവാർത്തകൾ കേൾക്കുമെന്നാണ് പറയുന്നത്. ധനസംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുക, കടം തീർക്കാൻ സാധിക്കുക, കിട്ടാനുള്ള പണം തിരികെ കിട്ടുക, അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷകരമായ ഒരു സംഭവം നടക്കുക, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഹൈന്ദവ പാരമ്പര്യങ്ങളിലും പറയപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ, ചിലർ ശംഖുപുഷ്പവും തുളസിയും ഒന്നിച്ച് നട്ടുവളർത്താറുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചെടി പടർന്നു കയറുന്നത് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ മുകളിലേക്ക് ആകരുത്. അത് ദോഷമായി ഭവിക്കും. ശംഖുപുഷ്പം നടുന്നതും നട്ടുപരിപാലിക്കുന്നതും നല്ല വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പരിപാലിക്കുകയും അനുയോജ്യമായ സ്ഥലത്ത് നട്ടുവളർത്തുകയും ചെയ്യൂ. താനെ നിങ്ങളുടെ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പിന്നെ ആരോഗ്യകരമായി നോക്കുകയാണെങ്കിൽ ശംഖുപുഷ്പം ബ്ലൂ ടീ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.